കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം LDF എന്ന മുന്നണി രാഷ്ട്രീയത്തിലേക്ക് CPM-ഉം CPI-യും മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളും ഒത്തുചേരുമ്പോൾ CPM-നാണ് കൺവീനർ സ്ഥാനം ലഭിച്ചത്. CPM എന്ന അച്ചുതണ്ടിൽ കറങ്ങുന്ന കേരളത്തിലെ ഇടത് രാഷ്ട്രീയം മുന്നണി കൺവീനർ സ്ഥാനത്തിലൂടെ CPM നയിച്ചു. 1980 മുതൽ 86 വരെ പ്രഥമ കൺവീനറായത് തീപ്പൊരി നേതാവ് PV കുഞ്ഞിക്കണ്ണനാണ്. എന്നാൽ വിവാദമായ ബദൽ രേഖയിൽ നടപടി നേരിട്ടതോടെ 1986-ൽ കൺവീനർ സ്ഥാനം ഒഴിഞ്ഞു. സജീവ രാഷ്ട്രീയവും ഉപേക്ഷിച്ചു. പകരം LDF കൺവീനറായത് TK രാമകൃഷ്ണൻ. അദ്ദേഹം 1.5 വർഷം മാത്രമേ മുന്നണിയെ നയിച്ചുള്ളൂ. പിന്നീട് സഹകരണ മന്ത്രിയായി ഉയർച്ചയിലേക്ക്. എന്നാൽ 1988-ൽ കൺവീനറായി ചുമതലയേറ്റ MM ലോറൻസ് ഒരു പതിറ്റാണ്ട് മുന്നണി രാഷ്ട്രീയത്തെ നയിച്ചു. കൺവീനർ സ്ഥാനത്ത് നിന്നും കഷ്ടകാലത്തിലേക്കാണ് MM ലോറൻസ് വീണത്. പാലക്കാട് സമ്മേളനത്തിൽ പാർട്ടി അച്ചടക്ക നടപടി. സേവ് CPM ഫോറം തിരിച്ചടിച്ചു. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന കൺവീനറായിരുന്ന MM ലോറൻസ് എറണാകുളം ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. അടുത്ത ഊഴം സാക്ഷാൽ VS-ൻ്റേതായിരുന്നു. CITU-വിൽ നിന്നും കൺവീനറുടെ കടിഞ്ഞാൺ ഏറ്റെടുത്ത VS 98 മുതൽ 2001 വരെ മുന്നണിയെ നയിച്ചു. പിന്നീട് VS പ്രതിപക്ഷ നേതാവായതോടെ പാലൊളി മുഹമ്മദ് കുട്ടി 2001 മുതൽ 2006 വരെ നിശബ്ദമായി മുന്നണിയെ നയിച്ചു. തദ്ദേശ മന്ത്രിയായി പാലൊളി ഒഴിഞ്ഞതോടെ വൈക്കം വിശ്വൻ LDF കൺവീനറായി. ഒരു വ്യാഴവട്ടം പാലൊളിക്ക് പിൻഗാമിയായി അതിലേറെ നിശബ്ദമായി വൈക്കം വിശ്വൻ മുന്നണിയെ നയിച്ചു. ഒടുവിൽ 2018-ൽ A. വിജയരാഘവനെ ചുമതലയേൽപ്പിച്ചു. 4 കൊല്ലം കൺവീനറായിരുന്ന വിജയരാഘവൻ 2022-ലെ കണ്ണൂർ സമ്മേളനത്തിൽ CPM പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അതൃപ്തനായിരുന്ന EP ജയരാജന് പാർട്ടി കൺവീനർ സ്ഥാനം കൈമാറി. എന്നാൽ കഴിഞ്ഞ 2 കൊല്ലവും വിവാദങ്ങളുടെ കൂടി വെടിയുണ്ട വേറിയ EP ഇപ്പോൾ TPക്ക് കടിഞ്ഞാൻ കൈമാറുകയാണ്. PV കുഞ്ഞിക്കണ്ണൻ, MM ലോറൻസ് എന്നിവരുടെ പിൻഗാമിയായി രാഷ്ട്രീയ വനവാസത്തിനാണോ ഇനി EP തയ്യാറാകുക? കാലം സാക്ഷി, ചരിത്രം സാക്ഷി. മാർഷൽ വി. സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.